സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചേഴ്സിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയിന്റേഴ്സിന്റെ പോർഷൻ ഒരു പകുതി പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമുള്ള ഒരു പോർഷൻ എന്നാണ് എടുക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പോയിന്റേഴ്സിലെ ഓപ്പറേഷൻസ് വരുന്നത് നോക്കാം. ആ കണ്ടന്റ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് ഏതൊക്കെയാ? അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, വേറൊന്ന് റിലേഷണൽ ഓപ്പറേഷൻസ്. ഈ രണ്ട് ഓപ്പറേഷൻസും നമുക്ക് പോയിന്റേഴ്സിലുള്ള ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, സെയിം ഡയഗ്രാം ഇവിടെ തന്നുള്ളത് കണ്ടോ? ഇവിടെ നോക്കിയൊരു എക്സാമ്പിൾ, SI_PTR+1. SI_PTR പോയിന്റർ ആണ് ഈ ഒരു പോയിന്റർ. ഈ പോയിന്റിനോട് കൂടെ 1 ആഡ് ചെയ്യാം. ഇത് അഡീഷണൽ ഓപ്പറേഷൻ അല്ലേ, അരിത്മെറ്റിക് ഓപ്പറേഷൻ 1 കൊടുക്കാം, പ്ലസ് കൊടുക്കാം ഒരാൾ. വേറെ നോക്കി FL_PTR+1. ഇതാ ഈ ഒരു കണ്ടന്റ് ഇതിലൂടെ പ്ലസ് ആഡ്. ഒരു പോയിന്റർ ടൈപ്പ് വേരിയബിൾ അതല്ലേ സ്റ്റാർ SI_PTR എന്നാണ് പറയുന്നത്. ഇപ്പൊ പോയിന്റർ ടൈപ്പ് ആണ്, അതിലൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുക? ഇവിടെ നോക്കിയേ, when 1 is added to the short int type pointer. ഷോർട്ട് ഇൻ ടൈപ്പ് പോയിന്റർ ആട്ടോ. ഷോർട്ട് ഇൻ ടൈപ്പിന്റെ പോയിന്ററിന്റെ പ്രത്യേകത എന്താ? ആക്ച്വലി ഇറ്റ് സൈസ് ഈസ് 2 ബൈറ്റ് ആക്സസ് ചെയ്യാം. ഷോർട്ട് ഇന്റിജർ അതായത് SI_PTR അത് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ പോയിന്റർ ആണ്. +1 കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ടു ബി ആഡഡ് ടു ദ അഡ്രസ് കണ്ടെയ്ൻഡ് ഇൻ ദ പോയിന്റർ വേരിയബിൾ. ഇപ്പൊ 2 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ 2 ആണ് ആക്ച്വലി ആഡ് ചെയ്യുക. അതായത് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ മെമ്മറി സ്റ്റോർ ചെയ്യാൻ ഷോർട്ടിന്റെ PTR എന്ന് പറഞ്ഞാൽ A=5 കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കണ്ടന്റില് 2 ബൈറ്റ് ആക്സസ് ചെയ്യാം, 2 ബൈറ്റ്. അപ്പൊ 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിപ്പോ 1000 ആണെങ്കിൽ 1 ആഡ് ചെയ്യാൻ എത്ര ആഡ് ആവുക? 1002 എന്നാണ് അവിടെ വരിക. കേട്ടോ, ഡാറ്റ ടൈപ്പ് എത്രയാണോ അതാണ് അതിന്റെ ആഡ് ചെയ്ത് വരിക. അതാണ് കണ്ടന്റ്. ഡാറ്റ ടൈപ്പ് ഇൻറ്റു എത്രയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ 2 ആണ് ഡാറ്റ ടൈപ്പ് ഇൻറ്റു 1, ദാറ്റ് ഈസ് 2 × 1. അപ്പൊ 2 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഈ 1000 എന്ന് പറഞ്ഞിട്ട് കണ്ടന്റിനോട് 1000 പ്ലസ് 2 എത്ര കിട്ടും? 1002. ആ ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുക. ഒന്നുകൂടെ നോക്കാം. സിമിലർലി ടു ആഡ് 1 ടു ഫ്ലോട്ട് ടൈപ്പ് അല്ലെ. ഫ്ലോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് അറിയാലോ. ഫ്ലോട്ട് ടൈപ്പിന് ഡാറ്റ ടൈപ്പ് എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യുക? 4 ബൈറ്റ് സ്റ്റോർ ചെയ്യുക, 4 അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ 4 എന്നുള്ള കണ്ടന്റിനോട് ആണ് ഇവിടെ ആഡ് ചെയ്ത് കിട്ടുക. ഈസ് ടു ആഡഡ് ദ അഡ്രസ്. അതായത് ഇവിടെ കണ്ടന്റ് 1010 ഇതാണ് പോയിന്റർ വരുന്നത്. 1010 ഇതിനോട് കൂടെ 4 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്യാൻ പറഞ്ഞത്, 4 ആഡ് ചെയ്യാന്നാണ് 1 ആഡ് ചെയ്യാന്നാ പറഞ്ഞത്. 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിന്റെ കണ്ടന്റ് 4 ആണ്. അപ്പൊ അതിനോട് ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 0 1 2 3 ഈ ഒരു ലൊക്കേഷനോട് പോയിന്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. 1 ആഡ് ചെയ്യാറുണ്ട്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, മെമ്മറി ലൊക്കേഷൻ ആണ് ഇവിടെ ആക്സസ്. പോയിന്റർ ആണ്. പോയിന്റർ ടൈപ്പ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൽ മെമ്മറി അഡ്രസ് ആണ് പാസ് ചെയ്യുക. അപ്പൊ ഇപ്പോൾ ഉള്ള കറന്റ് അഡ്രസ് ഏതാണ്? 1010. ഇനി ഫ്ലോട്ട് പോയിന്റ് ആയതുകൊണ്ട് അതിനൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 ആണ് ഫ്ലോട്ടിന്റെ കണ്ടന്റ്. 4 ആണ് അതിലേക്ക് ആഡ് ചെയ്തിട്ട്. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 1 ആയിരുന്നു ഈ ഒരു പൊസിഷൻ 1010. അവിടെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഇവിടേക്ക് കിട്ടും. സപ്പോസ് ഇവിടെ 2 ആഡ് ചെയ്യുന്ന വിചാരിക്കാം. അതായത് FL_PTR +2 എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എത്ര ആഡ് ചെയ്ത് കിട്ടും? 4 + 4 ദാറ്റ് ഈസ് 8 ആഡ് ചെയ്ത് വരും. അതായത് എത്ര ആൻസർ വരിക? ഇവിടെ 1018 എന്ന് വരും. ആ പൊസിഷനിലേക്ക് ഇവിടെ പോയിന്റ് ചെയ്ത് കിട്ടും. മനസ്സിലാവുണ്ടോ? ആ രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യുക. Then so the expression of FL_PTR+1 returns 1014 അല്ലെ. നേരത്തെ കേസാ പറഞ്ഞിട്ടോ. ഇവിടെ 4 ആണ് ആഡ് ചെയ്യുന്ന പറഞ്ഞില്ലേ. ഈ 4 ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള കേസ് എത്രയാണ്? 1010 അല്ലെ. 1010. ആ കേസിന് 1 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ 4 ആണ് ആക്ച്വലി ആഡ് ചെയ്യുന്നത്. അത് എത്ര കിട്ടും ആൻസർ? 1014. Then ഇവിടെ എക്സ്പ്രഷൻ SI ഷോർട്ട് ഇൻറ്റ് ഈ ഒരു കേസിൽ +5 ആഡ് ചെയ്യാൻ പറഞ്ഞു. ഓൾറെഡി ഇവിടെ ഷോർട്ട് ഇൻറ്റ് ആകുമ്പോൾ 2 ഇന്റിജർ ആയി വരും അല്ലെ. അപ്പൊ ആൻസർ എന്താ കിട്ടുക? റിട്ടേൺസ് 5 എന്ന് പറയുമ്പോൾ 5 × 2 ദാറ്റ് ഈസ് 10 വരും. ദാറ്റ് ഈസ് 1010. അതെങ്ങനെ കിട്ടിയത്? 1000 + 5 × 2. 5 എന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞ കണ്ടന്റ് ഷോർട്ട് ഇൻറ്റ് ആയതുകൊണ്ട് ഷോർട്ടിന്റെ ഡാറ്റ ടൈപ്പ് എത്ര എടുക്കുക? എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യും? 2 ബൈറ്റ് എടുക്കും. 2 ബൈറ്റ് × 5 10 കിട്ടും. 10 + 1000 1010 അല്ലെ. ആ ഒരു കണ്ടന്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ അല്ലേ? Then FL_PTR3 ഇതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് 1 ആഡ് ചെയ്തപ്പോൾ 4 ആഡ് ചെയ്ത് കിട്ടി. 3 ആഡ് ചെയ്യുമ്പോൾ 12 ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 3 × 4 12 ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 1022. ക്ലിയർ ആവുണ്ടോ? സിമിലർലി സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ക്യാൻ ആൾസോ പെർഫോംഡ് ഓൺ ദ പോയിന്റേഴ്സ് അല്ലെ. എന്ത് ചെയ്യും? ഇവിടെ മൈനസ് കൊടുത്താൽ മതി. 1 കുറക്കാൻ എത്ര കിട്ടും? 4 മൈനസ് ചെയ്യും. 5 മൈനസ് എന്ന് പറയുന്നത് കിട്ടും 5 × 2 ഷോർട്ട് ഇൻറ്റ് അല്ലേ. അപ്പൊ എന്താവും? 10 ഇതിന് റിലീസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഓരോന്നും പ്ലസും മൈനസും നമുക്ക് സബ്ട്രാക്ഷനും അഡീഷനും നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും.
സോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പോസിബിൾ ആണ്. ദെൻ ഓക്കെ, ഇൻഡ് സ്റ്റാർ പി ടി ആർ 2 രണ്ട് പോയിന്റർ ഇന്റിജർ ടൈപ്പ് പോയിന്റേഴ്സ്. ഇത് എങ്ങനെ ചെയ്തിട്ട് നോക്കിയേ, ഡിക്ലറേഷൻ 2 ഇന്റിജർ പോയിന്റേഴ്സ് അല്ലെ, രണ്ടെണ്ണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി പി ടി ആർ 1 is equal to ന്യൂ ഇൻഡ് 5. അപ്പൊ പി ടി ആർ 1ലേക്ക് എന്ത് സ്റ്റോർ ചെയ്തു, 5 എന്നുള്ള കണ്ടന്റ് സ്റ്റോർ ചെയ്ത് കിട്ടി. ദാറ്റ് ഈസ് ഡൈനാമിക്കലി മെമ്മറി അലോക്കേഷൻ അല്ലെ, ന്യൂ എന്നാണ് ഓപ്പറേറ്റർ കൊടുത്ത്. ദെൻ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അഡ്രസ് ബി, ഇതിന് അഡ്രസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വെറുതെ പറയുന്നുണ്ട്. ഏതാ 1000 അല്ലെ, 1000 ആണ് ഇതിന്റെ അഡ്രസ് ആയിട്ട് ലൊക്കേറ്റ് പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ആൻഡ് ഇനീഷ്യലൈസേഷൻ വിത്ത് 5, ഇതിന്റെ വാല്യൂ എത്രയാണ്, 5 ആണ്. നെക്സ്റ്റ് കേസ് ഓക്കെ, പി ടി ആർ 2 is equal to പി ടി ആർ 1 പ്ലസ് 1, അതായത് പി ടി ആറിന്റെ 1 എന്നാണ് ഈ ഒരു കണ്ടന്റ് 5 എന്നാണ് വാല്യൂ ഉണ്ട്. അതിനോടുകൂടെ 1 ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, പി ടി ആർ 1 എന്നുള്ളത് ഒരു പോയിന്റർ ടൈപ്പ് വേരിയബിൾ ആണല്ലോ, അത് ഇന്റിജർ ആണ് അല്ലെ. അപ്പൊ അതിനോട് കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ കണ്ടന്റ് വരിക, പി ടി ആർ 1 ഇന്റിജർ, ഇന്റിജർ വാല്യൂ എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യുക, 4 ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക ഇന്റിജറിന്. അതുകൊണ്ട് എന്ത് ചെയ്യും, പി ടി ആർ 1 സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ ആയിട്ട് നോക്കിയാൽ പി ടി ആർ 1 സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ 1000 അല്ലേ, 1000 അതിനൂടെ 4 ആണ് ആഡ് ചെയ്തിട്ട് 1 ആഡ് ചെയ്യാൻ പറഞ്ഞത് എന്താ ആഡ് ചെയ്ത് കിട്ടുക, ഇന്റിജറിന്റെ ഡാറ്റ ടൈപ്പ് ആഡ് ചെയ്യുക, അത് 4 ആ കിട്ടുക. അത് പി ടി ആർ 2, ഈ പി ടി ആർ 2 എന്താ സ്റ്റോർ ചെയ്ത് കിട്ടുക, 1004, അത് ഇന്റിജർ എന്ന് പറഞ്ഞാൽ 4 ആണ് കിട്ടുക. 4 ആണ് ഇവിടെ ആഡ് ചെയ്തത്, 1 into 4 എന്നാണ് ഇവിടെ വരിക. 1 into 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. അപ്പൊ 4 എന്നുള്ള കണ്ടന്റ് 1000 കൂടെ ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ പ്ലസ് പി ടി ആർ 2 എന്തായിരിക്കും, പ്ലസ് പി ടി ആർ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, സെയിം ആസ് പി ടി ആർ 2 is equal to പി ടി ആർ 2 plus 1 അല്ലെ. എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഐ എന്ന് പറയാറുണ്ട്, ഐ is equal to ഐ പ്ലസ് 1. അതേപോലെ ഇവിടെ പി ടി ആർ 1 മൈനസ് എന്താ കിട്ടുക, സെയിം ആസ് പി ടി ആർ 1 is equal to പി ടി ആർ -1. നമുക്ക് അറിയുന്ന മാതിരിയല്ലേ, ഐ പ്ലസ് ഐ, അത് ആ ഒരു ഇത് നോക്കിയാൽ മതി, ആ സെയിം കണ്ടന്റ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ നോക്കാം. സി ഔട്ട് പി ടി ആർ 1 ഡിസ്പ്ലേസ് 1000. നേരത്തെ കേസിൽ 1000 ആണ് പി ടി ആർ 1 സ്റ്റോർ ചെയ്ത്, അത് പ്രിന്റ് ചെയ്യും. ഇനി പി ടി ആർ സ്റ്റാർ പി ടി ആർ 1 ആണ് എന്തായാലും പി ടി ആർ 1 ഒരു വേരിയബിൾ ആണ്. ഈ വേരിയബിളിനകത്ത് ഇത് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ് കൊടുത്തിട്ട് സ്റ്റാർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്തുള്ള ഒരു വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വാല്യൂ എന്തായിരുന്നു, 5 അല്ലെ, 5 എന്നുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് വാല്യൂ ഇതാണ്, ഈ സ്റ്റാർ നൊട്ടേഷൻ കണ്ടാൽ മനസ്സിലാക്കുക വാല്യൂ ആണ്, അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം. ആംബർസാൻഡ് കണ്ട എന്താണ്, സ്റ്റാർ പ്രിന്റ് ചെയ്യും. പി ടി ആർ 2 എന്താ ഉണ്ടായിരുന്നത്, നമ്മൾ നേരത്തെ ചെയ്ത കണ്ടന്റില് ഒന്ന് ആഡ് ചെയ്ത് കിട്ടിയില്ലേ, ഡിസ്പ്ലേസ് 1004, 1 ആഡ് ചെയ്ത്, 1 ഏതാണ് ഒരു ഇന്റിജർ ആണ് ആഡ് ചെയ്തത്, ദാറ്റ് ഈസ് 4 ആണ് ആഡ് ചെയ്ത് കിട്ടിയത്. അത് എന്ത് കിട്ടി, 1004. ഓക്കെ, സ്റ്റാർ പി ടി ആർ 2 എന്താ ഉണ്ടായത് കണ്ടന്റ്, അത് മെമ്മറി ലൊക്കേഷൻ അല്ലേ. അപ്പൊ അതിനകത്തുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്, സ്റ്റാർ കണ്ട തന്നെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. റീഡ്സ് ആൻ ഇന്റിജർ സെറ്റ് 2, നമുക്ക് അറിയില്ല ഇന്റിജർ എന്താ സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ, അത് സ്റ്റോർ ദ ലൊക്കേഷൻ 1004. ഈ ലൊക്കേഷനിൽ എന്താണോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്, ലൊക്കേഷനകത്തുള്ള വാല്യൂ. അത് ഇവരൊരു എക്സാമ്പിൾ പറഞ്ഞാണ് 12. നമുക്ക് നമ്മൾ ചെയ്ത കണ്ടന്റ് 12 പറഞ്ഞിട്ടില്ല, വാല്യൂ സ്റ്റോർ ഇല്ല. നമ്മൾ ഇവിടെ പി ടി ആർ 1 5 സ്റ്റോർ ചെയ്തു, പി ടി ആർ 2 എന്താ സ്റ്റോർ ചെയ്ത് പറഞ്ഞത്, അത് ഈക്വൽ ടു 12 എന്നാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ആ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ, that is read the integer 12 that stored in the location 1004. Then next okay, see out star ptr 1 plus 1. Star ptr എന്ന വേരിയബിൾ ആണ്, അതിനോട് കൂടെ 1 ആഡ് ചെയ്യുക. എന്താ കിട്ടി, ഡിസ്പ്ലേസ് 6, that is ബ്രാക്കറ്റിൽ നോക്കിയേ 5 plus 1. ഈ 5 എന്നുള്ള വേരിയബിൾ ഇവിടെ കിട്ടി, സ്റ്റാർ പി ടി ആർ 1. ഇവിടെ സ്റ്റാർ പി ടി ആർ 1 നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചല്ലോ, ഇതാണോ, ഇതാ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇവിടെ 5 ഉണ്ട്, സോ 5 ഇവിടെ കിട്ടും പ്ലസ് 1, 5 ഇവിടെ 1 ആഡ് ചെയ്യുക. ഇത് നോർമൽ വേരിയബിൾ ആണ്. സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന വേരിയബിൾ ആണ്, ആ ഡാറ്റ വേരിയബിൾ സ്റ്റോർ ചെയ്ത വാല്യൂ എത്രയാണ്, 5 ആണ്. ഇവിടെ കിട്ടിയിട്ടുണ്ട് 5. ആ 5 plus 1 എന്താ കിട്ടുക, 6 കിട്ടും. അത് 6 സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ. സി ഔട്ട് സ്റ്റാർ പി ടി ആർ 2, ഇവിടെ ബ്രാക്കറ്റ് നോക്കുക. ഇവിടെ സ്റ്റാർ എന്താ കൊടുത്തിട്ടുണ്ട്, പി ടി ആർ 1 നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. എന്താ കിട്ടിയത്, 1000 ആണ്. 1000 പ്ലസ് 2 കൊടുത്ത് നമ്മൾ എന്താ കിട്ടുന്നത്, ഓക്കെ, ആ ഇന്റിജർ ഡാറ്റ ടൈപ്പിനോട് 2 ആണ്, അപ്പൊ 8 ആ കിട്ടും അല്ലെ. അതിന്റെ അകത്തുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തതിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ് 12. കാരണം ഇത് സ്റ്റോർ ചെയ്ത 2 എന്നാണ് കൊടുത്തുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ അത് ഇതാണ്. ഈ ഒരു കണ്ടന്റിന്റെ അകത്ത് 4 ആണ്, അതിൽ 2 ആണെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യും. അത് 2 ആഡ് ചെയ്ത് എന്ത് കിട്ടി, 2 ബൈറ്റിൽ കിട്ടുക. അപ്പൊ എന്ത് കിട്ടി,
4 ആ 4-നകത്ത് വാല്യൂ ഉണ്ടായിരുന്നത് 12 ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ ആയി കൊടുത്താണ് 12 ആ 12 ആണ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക ക്ലിയർ ആയോ then ptr1 minus minus same as ptr is equal to ptr1 minus minus sorry minus 1 ഓ ആ ptr-ലെ കണ്ടന്റ് എന്താ ഉള്ളത് 1 ൽ 5 ആണ് 5 minus 1 is 4 അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും സെയിം കണ്ടന്റ് ഓക്കെ നെക്സ്റ്റ് ഓപ്പറേഷൻ റിലേഷണൽ ഓപ്പറേഷൻ among the 6 relational operators നോർമലി നമുക്ക് 6 റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പക്ഷെ പോയിന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ ഉള്ളൂ ഇക്വാലിറ്റി ആൻഡ് നോൺ ഇക്വാലിറ്റി ഈസ് ഈക്വൽ ടു അതുപോലെ നോട്ട് ഈസ് ഈക്വൽ ടു ആ രണ്ട് ഓപ്പറേഷൻ മാത്രം യൂസ് ചെയ്യുന്നത് പോയിന്റേഴ്സിന്റെ കേസിൽ ഇഫ് പി ആൻഡ് ക്യു ആർ ടു പോയിന്റേഴ്സ് they have contained the address of the same integer location or different location memory location okay ഒരു ലൊക്കേഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യിക്കാം അല്ലെങ്കിൽ ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്തപോലെ ഈക്വാലിറ്റി ചെയ്യാം ഒരു അഡ്രസ് ലൊക്കേഷൻ വേറൊരു അഡ്രസ് ലൊക്കേഷൻ അത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനുള്ള വേഗത്തിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്ത് നോക്കാം ദിസ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് ദ എക്സ്പ്രഷൻ പി ഇസ് ഈക്വൽ ടു ക്യൂ ഓർ പി നോട്ട് ഈക്വൽ ടു ക്യൂ ഈ രണ്ട് കേസിൽ മാത്രമേ റിലേഷൻ ഓപ്പറേറ്റേഴ്സും പോയിന്റേഴ്സും ഉള്ളൂ ഓക്കെ then pointers and arrays പോയിന്റേഴ്സും അറേസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത് നോക്കാം ഒരു അറേ ആണ് ഇവിടെ തന്നിട്ടുണ്ട് അറേയുടെ സ്ട്രക്ചർ എ ആർ എന്നുള്ള കണ്ടന്റ് ആണ് ഫസ്റ്റ് വാല്യൂ നോക്കിയേ ഫസ്റ്റ് വരുന്ന വാല്യൂ 34 ആണ് സെക്കൻഡ് 4 ആണ് ഇന്റിജർ അറേ ആണല്ലേ സോ ഇന്റിജർ അറേ ആയതുകൊണ്ട് തന്നെ 4 ബൈറ്റ് റെപ്രസെന്റ് ചെയ്യും അപ്പോൾ 34 ആണ് ഫസ്റ്റ് വാല്യൂ വരുന്നത് നെക്സ്റ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടുള്ളത് 12 ഇതാണ് 0th പൊസിഷൻ ഇൻഡെക്സ് വെച്ചിട്ടാണ് അറേ റീഡ് ചെയ്യുക കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ് അറേന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ദെൻ 1000 ആണ് ഫസ്റ്റ് ഇൻഡെക്സ് വെച്ചുള്ള നമ്പർ മെമ്മറി അഡ്രസ് ലൊക്കേഷന്റെ വാല്യൂ 1004 ആണ് നെക്സ്റ്റ് വൺ കാരണം 4 ബൈറ്റ് റെപ്രസെന്റ് ചെയ്യണം ദെൻ നെക്സ്റ്റ് 4 ബൈറ്റ് ആഡ് ചെയ്യുമ്പോൾ 1008 ഇങ്ങനെ എക്സെട്ര ലാസ്റ്റ് 1036 ഇതുവരെയാണ് ഇതിന്റെ കണ്ടന്റ് വരുന്നത് ഇതാണ് ഒരു അറേ ഉള്ളത് എ ആർ എന്നാണ് അറേയുടെ നെയിം ഇതൊരു ഇന്റിജർ അറേ ആണ് ഓക്കെ ഇനി നോക്കാം the memory allocation of an array AR10 10 values store that is 0 to 9 വരെ 10 values store ചെയ്യാനുള്ള കണ്ടന്റ് of integer data type with 10 numbers ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് AR0 returns 34 അല്ല ഫസ്റ്റ് വാല്യൂ ഇൻഡെക്സ് വെച്ച് 34 റിട്ടേൺ ചെയ്യും AR1 is equal to 12 AR9 is equal to 19 ലാസ്റ്റ് വാല്യൂ AR9 array of 9 0 9 വരെ വരുമ്പോൾ 10th value നെ റിട്ടേൺ ചെയ്യും that is 19 if the ptr is an array pointer ptr എന്നൊരു പോയിന്റർ റെപ്രസെന്റ് array pointer representation കൊടുത്തിട്ടുണ്ട് ptr is an integer pointer the address of the first location of the array ar10 എന്ന അറേയുടെ ഫസ്റ്റ് ലൊക്കേഷൻ എങ്ങോട്ട് പോയിന്റ് ചെയ്യാം ptr ക്ക് then integer array ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലൊക്കേഷന്റെ വാല്യൂ പ്ലസ് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൊക്കേഷൻ കിട്ടും അതിന് നെക്സ്റ്റ് ലൊക്കേഷൻ അതിന് ലാസ്റ്റ് 10 വരെ എത്തുമ്പോൾ 4 into 10 that is 40 എന്നുള്ള കണ്ടന്റ് വരിക 40 അപ്പോൾ ലാസ്റ്റ് വരുന്ന 0 ഇവിടെ ഈ ഒരു കേസിൽ വരുമ്പോൾ 0 to 9 ആണ് അല്ലേ അപ്പോൾ ഇവിടെ 10 ആണ് വരുന്നത് അതായത് 100 ഇതിനോട് 0 to 9 ആഡ് ചെയ്യുന്നത് കിട്ടും 9 into 4 that is 36 9 into 4 36 വരും that is 10 36 1036 ഈ ഒരു വാല്യൂ ആണ് ലാസ്റ്റ് വാല്യൂ കിട്ടുക എപ്പോഴും അറേന്റെ സ്ട്രക്ചറിൽ പോയിന്റ് ചെയ്യുക ഫസ്റ്റ് ലൊക്കേഷൻ അങ്ങോട്ടാണ് ആ പോയിന്റർ പോയിന്റ് ചെയ്യുക അതിനുശേഷം ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് 4 ആഡ് ചെയ്ത് കിട്ടുക ക്യാരക്ടർ ആയിരുന്നെങ്കിലോ 1 വെച്ച് ആഡ് ചെയ്ത് വരും ഓക്കെ ഇപ്പൊ ഫ്ലോട്ട് ആകുമ്പോഴോ അപ്പൊ ആ ഡാറ്റ ടൈപ്പ് ഏതാണോ ആ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ആഡ് ചെയ്ത് നെക്സ്റ്റ് ലാസ്റ്റ് വരെ എൻ്റെ ഇത് പോകും എപ്പോഴും അറേയുടെ സ്ട്രക്ചറിൽ പോയിന്റർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് എന്താണ് അറേ ഓഫ് 0 ആണ് ആ ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുക ബാക്കിയുള്ളത് ഇത് രൂപത്തിലുള്ള അതിന്റെ ഡാറ്റ ടൈപ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക ഓക്കെ that is ptr is equal to ampersand of AR0 ആംപർസാൻഡ് ആണ് അഡ്രസ് ഓഫ് അല്ലെ അഡ്രസ് ഓഫ് എന്ന് പറഞ്ഞ കണ്ടന്റ് അതെ അഡ്രസ് ഓഫ് AR0 ഫസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണ് ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് അത് പോയിന്റ് ചെയ്യും ക്ലിയർ അല്ലേ now let us see the output of the expression used in this following statement ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് നോക്കാം CPP രീതിയിലെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഔട്ട്പുട്ട് നോക്കാം ഓക്കെ സി ഔട്ട് PTR എന്നൊരു സിംഗിൾ വേരിയബിൾ നെയിം മാത്രമേ ഉള്ളൂ അല്ലെ PTR ഇവിടെ PTR കൊടുത്തിട്ടുണ്ടല്ലോ വേരിയബിൾ നെയിം അപ്പൊ അതിലുള്ള കണ്ടന്റ് എന്താണ് അത് പ്രിന്റ് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആൻസറിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡയഗ്രത്തിൽ ഡിസ്പ്ലേസ് 1000 ഇതായിരുന്നു A of 0 ലൊക്കേഷനിലുണ്ടായിരുന്നു അല്ലെ
അതിനുള്ള വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. സോ ഇതിലുള്ള വാല്യൂ ആണ് അഡ്രസ് ഓഫ് AR0 എന്നാണ് കൊടുത്തുള്ളത്. അപ്പൊ AR0ന്റെ അഡ്രസ് എന്താണോ അതാണ് അവിടെ ഉള്ളത്, PTR ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്താ ഡിസ്പ്ലേ ചെയ്യുക, 1000 എന്ന് ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് നോക്കി, സി ഔട്ട് സ്റ്റാർ PTR. സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ PTR എന്നുള്ളൊരു അഡ്രസ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്തത്. ഈ അഡ്രസ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ പോയിന്റ് ചെയ്യുന്ന അഡ്രസ്സിലുള്ള വാല്യൂ എന്താണോ അത് റിട്ടേൺ ചെയ്യും. സോ PTR എന്നുള്ളതിന് കണ്ടില്ല എന്താ ഉള്ളത്, ഒരു അഡ്രസ് ഉള്ളത്. ഈ അഡ്രസ് എങ്ങോട്ട് ഏത് വാല്യൂസ് ആണ് പോയിന്റ് ചെയ്യുന്നത് ആ പോയിന്റ് ചെയ്യുന്ന കേസ് അത് 0 ആണ്. അറേയുടെ വാല്യൂ 0th പൊസിഷനിൽ എന്താണ് വാല്യൂ അത് റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ് 34 ഡിസ്പ്ലേ ചെയ്യും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് AR0. ഓക്കെ, ഇവിടെ അഡ്രസ് ഓഫ് ദ AR0 കൊടുത്ത് ഇവിടെ എന്താണ് വാല്യൂ ഓഫ് ദ AR0. ക്ലിയർ. നെക്സ്റ്റ് സി ഔട്ട് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് PTR+1. ഈ PTR എന്ന് പറയുന്നത് അഡ്രസ് ആണ് കേട്ടോ. PTR is equal to address of AR0. AR0യുടെ അഡ്രസ് ആണ് PTR ഉള്ളത്. അതിനോടുകൂടെ 1 ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആക്ച്വലി ഇത് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് എന്താ ആഡ് ചെയ്ത് കിട്ടുക, 4 ആണ് ആഡ് ചെയ്തത്. ദാറ്റ് ഈസ് 1000 പ്ലസ് 4 is equal to കിട്ടും, ഡിസ്പ്ലേസ് 1004 1004 അതാണ് ഡിസ്പ്ലേ ചെയ്യുക. ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് AR1. AR0 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AR1 കിട്ടും. ആ AR1ന്റെ അഡ്രസ് എന്താണോ അതാണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. ദാറ്റ് ഈസ് PTR+1. PTR എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് 0 ആണ്. ആ അഡ്രസ്സിനോടുകൂടി ഒരു നെക്സ്റ്റ് അഡ്രസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ 4 ആണ് ആഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അഡ്രസ് കിട്ടും. ആ നെക്സ്റ്റ് അഡ്രസ് പ്രിന്റ് ചെയ്യുക, 1004 പ്രിന്റ് ചെയ്യും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സി ഔട്ട് സ്റ്റാർ PTR+1. ഈ PTR+1 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്, അഡ്രസ് ഓഫ് AR1 ആണ്. AR1ന്റെ അഡ്രസ് ആണ്. ഇനി അതിന്റെ ബാക്കിൽ സ്റ്റാർ കൊടുത്ത് എന്തായിരിക്കും കിട്ടുക അല്ലേ, PTR+1ന്റെ പുറകിൽ ഒരു സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാർ ഉദ്ദേശം എന്താ പറയണ്ടായിരുന്നത്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. വാല്യൂ മീൻസ് ഈ PTR+1 അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തുള്ളത് ആ സ്റ്റോർ ചെയ്ത വാല്യൂ റിട്രീവ് ചെയ്യും. ഓക്കെ, ഡിസ്പ്ലേസ് 12. AR1 എന്നുള്ള അറേയുടെ സെക്കൻഡ് ലൊക്കേഷനിലെ വാല്യൂ എന്താണോ അത് റിട്രീവ് ചെയ്യും. ദാറ്റ് ഈസ് 12 ആണ് ആ വാല്യൂ, അത് റിട്രീവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ സി ഔട്ട് PTR+9. ഓക്കെ, PTR എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ട് ഫസ്റ്റത്തെ കേസ് PTR ഡിസ്പ്ലേസ് 1000 അല്ലെ, 1000 ആണ് അഡ്രസ്. അഡ്രസ് ഓഫ് ദ AR0 അതാണ് PTR. PTR+9 എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്രസ്സിനോട് 9 ആഡ് ചെയ്യുക. 9 ഈ അഡ്രസ് ആഡ് ചെയ്യുന്നത് 4 ആണല്ലേ, ഓരോ തവണയും 4 ആണ് ആഡ് ചെയ്ത് വരുന്നത്. സോ 9 into 4 which is equal to 34 വരും. PTR+34 എന്ന് പറഞ്ഞാൽ 1000 + 36 അല്ലെ, 36 ആണ് വരിക. 9 into 4 എന്ന് പറഞ്ഞാൽ 36 ആണ് വരിക. 36 ആണ് ഇവിടെ ആഡ് ചെയ്ത് വരിക. ദാറ്റ് ഈസ് 1036 അല്ലെ, 1036. ലാസ്റ്റ് ലൊക്കേഷൻ അതിന്റെ അഡ്രസ് റിട്രീവ്, ദാറ്റ് ഈസ് അഡ്രസ് ഓഫ് AR9 അത് റിട്രീവ് ചെയ്യും. ലാസ്റ്റ് വൺ സി ഔട്ട് സ്റ്റാർ PTR9. ഈ കേസ് നോക്കി PTR9 വരെ വന്നിട്ടുണ്ട് ഓൾറെഡി. എത്ര, 1036 വന്നിട്ടുണ്ട്. അതിന്റെ പുറകു വശത്ത് ഒരു സ്റ്റാർ കൊടുത്താൽ ഇതൊരു അഡ്രസ് ആണല്ലോ. ഈ അഡ്രസ്സിനകത്ത് ഏത് വാല്യൂ ആണുള്ളത് അത് റിട്രീവ് ചെയ്യണം, അത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കണം, അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. സോ ഈ ഒരു അഡ്രസ്സിൽ 1036 എന്ന അഡ്രസ്സിൽ ഏത് വാല്യൂ ഉള്ളത്, 19. ദിസ് ദ വാല്യൂ ഓഫ് AR9. AR9 ഇൻഡെക്സ് 9ലെ വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 90 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ. ഓക്കെ അല്ലേ. ഡൈനാമിക് അറേ ഇതുവരെ നമ്മൾ സ്റ്റാറ്റിക് കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. ഇനി ഡൈനാമിക് അറേ എന്താന്ന് നോക്കാം. ഡൈനാമിക് അറേ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിംഗ് റൺ ടൈം യൂസിംഗ് ദ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ദ ഓപ്പറേറ്റർ ന്യൂ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ പുതിയൊരു ഓപ്പറേറ്റർ എൻ്റർ ചെയ്യും. ഏതായിരുന്നു, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഒക്കെ അറിയുക. അപ്പൊ ആ ഒരു കേസിൽ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ അറേ ക്രിയേറ്റ് ചെയ്യും, ഡൈനാമിക് അറേ. ഇവിടെ പറയുന്നുണ്ട് ഡ്യൂറിംഗ് റൺ ടൈം, ഈ ഒരു വേർഡ് കൊടുത്തിരിക്കുക, ഡ്യൂറിംഗ് റൺ ടൈം. റൺ ടൈം കേസിലാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ടൈമിലാണ്. റൺ ടൈം എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുക ഡൈനാമിക് ആണ്. ഇവിടെ അറേയുടെ കൺസെപ്റ്റാണ് പറഞ്ഞത്. അപ്പൊ അറേ അലോക്കേഷൻ, അറേയുടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് റൺ ടൈമിലായതുകൊണ്ട് ഡൈനാമിക് അറേ എന്നുള്ള കൺസെപ്റ്റ് വരും. പിന്നെ സിന്റാക്സ് നോക്കി, പോയിന്റർ ഇസ് ഈക്വൽ ടു ഒരു പോയിന്റർ, ദാറ്റ് ഈസ് PTR എന്നോ PR1 എന്നിവ കൊടുക്കാം. PTR പോയിന്റർ ഇസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് സൈസ്. ഇതാണ് അതിന്റെ സിന്റാക്സ്. എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ PTR ഇസ് ഈക്വൽ ടു ന്യൂ ഇന്റ് ദെൻ അവിടെ ടൈപ്പ് കൊടുക്കുക, സൈസ് കൊടുക്കുക. എത്ര സൈസ്, 10 കൊടുക്കാം അല്ലെങ്കിൽ 20 കൊടുക്കാം. ഓക്കെ, ആ രൂപത്തിലാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് സിന്റാക്സിൽ ഒരു എക്സാമ്പിൾ കൊടുക്കാം. PTR ഇസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട് 30.
ഒരു അറയാണ്, അറേ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പുള്ള ഒരു അറയാണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. അത് കഴിഞ്ഞ് മാക്സിമം വാല്യൂ 25 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, 0 to 24. അപ്പൊ 25 വാല്യൂസ് കിട്ടും. ക്ലിയർ? പോയിന്റർ ആൻഡ് സ്ട്രിങ്. പോയിന്ററും അറേ നമ്മൾ പറഞ്ഞു, ഇനി പോയിന്റർ സ്ട്രിങ് എന്താണെന്ന് നോക്കാം. char str20 ഒരു ക്യാരക്ടർ ആണ്, ക്യാരക്ടർ അറേ ഗ്രൂപ്പ് ചെയ്തു, അതിനാൽ നമ്മൾ സ്ട്രിങ് ആണ്. char str എന്ന് ഉദ്ദേശിച്ച ഒരു അറേ നെയിം ആണ് str20. ക്യാരക്ടർ അറേ ഡിക്ലറേഷൻ, ഒരു ക്യാരക്ടർ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതാണ് പറഞ്ഞത്, നോർമൽ നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഇത് അവിടെ char star sp കൊടുത്തു. ഇതുണ്ടോ സ്റ്റാർ കൊടുത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് പോയിന്റർ വേരിയബിൾ ആണ്. ക്യാരക്ടർ ടൈപ്പ് പോയിന്റർ വേരിയബിൾ, ദാറ്റ് ഈസ് ക്യാരക്ടർ പോയിന്റർ ഡിക്ലറേഷൻ. ഇനി ഞാൻ പോയിന്റർ ക്യാരക്ടർ പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, char star sp. c in str എന്നൊരു ഒരു വേരിയബിൾ നെയിം മാത്രം കേട്ടോ, c in str ടു പ്രിന്റ് സ്ട്രിങ്, ഒരു സ്ട്രിങ് അത് റിട്രീവ് ഇൻപുട്ട് ചെയ്യും, ഡാറ്റ c in ഇൻപുട്ട് ചെയ്യും. സേ പ്രോഗ്രാം, അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഒരു പ്രോഗ്രാം എന്നുള്ള ഒരു കണ്ടന്റ് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കീബോർഡിൽ നിന്ന് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് c in എന്ന് പറയുന്നത്, ക്യാരക്ടർ ഇൻപുട്ട്. സോ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ str എന്നുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, c out str എന്താ പ്രിന്റ് ചെയ്ത് കിട്ടുക, ബേസ് കണ്ടന്റ് പ്രോഗ്രാം എല്ലാം നമ്മൾ എൻ്റർ ചെയ്തു, ആ പ്രോഗ്രാം എന്നുള്ളത് എന്തെയും ഡിസ്പ്ലേ ചെയ്ത് വരും. അത് str c out ക്യാരക്ടർ ഔട്ട്പുട്ട്, അതാണ് c out പറയുന്നത്, റിട്രീവ്. then sp is equal to str. ഇവിടെ sp എന്ന് കൊടുത്തത് ഏതാ, sp സ്റ്റാർ sp എന്ന് കൊടുത്തല്ലേ. അപ്പൊ sp is equal to str. അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് അസൈൻമെന്റ് ആണ്. str-ലുള്ള കണ്ടന്റ് എന്താണോ അത് sp-ക്ക് സ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് കണ്ടന്റ് ഓഫ് str ഈസ് കോപ്പീഡ് ഇൻ ടു ദ പോയിന്റർ sp. അപ്പൊ sp എന്ന പോയിന്ററിലോട്ട് str-ലെ ഡാറ്റ സ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് എന്താ സ്റ്റോർ ചെയ്യുക, ഈ പ്രോഗ്രാം എന്നുള്ള ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രോഗ്രാം എന്നുള്ള കണ്ടന്റ് അവിടെ സ്റ്റോർ ചെയ്യും, sp സ്റ്റോർ ചെയ്യും. then cout sp sp എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുക, ഡിസ്പ്ലേസ് ദ സ്ട്രിംഗ് പ്രോഗ്രാം. sp ഉള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും, ഡിസ്പ്ലേസ് ദ സ്ട്രിംഗ് പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്നുള്ളത് അതുപോലെ പ്രിന്റ് ചെയ്യും. കാരണം ഈ ഒരു ക്യാരക്ടർ sp അതുകൊണ്ട് തന്നെ ഈ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എവിടെയാണോ അങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക. കഴിഞ്ഞ സ്ലൈഡിലാണ് പറഞ്ഞിരുന്നു അറേ, അതുകൊണ്ട് തന്നെ അറേ പോയിന്റർ പറഞ്ഞപ്പോൾ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് എവിടെയാണോ അങ്ങോട്ടാണ് അത് പോയിന്റ് ചെയ്യുക അറേയിലോട്ട്. ഇവിടെ ക്യാരക്ടർ സ്ട്രിംഗ് ക്യാരക്ടർ ആണ് യൂസ് ചെയ്യുന്നത്, ക്യാരക്ടർ പോയിന്റർ ആണ്, ക്യാരക്ടർ പോയിന്റർ ഡിക്ലറേഷൻ. ഇവർക്ക് അസൈൻ ചെയ്യുമ്പോൾ ഇത് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു വേർഡാണ്. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എങ്ങോട്ടാണോ അങ്ങോട്ട് പോയിന്റ് ചെയ്യും, അതായത് പി എന്ന ലെറ്റർ പോയിന്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളൊക്കെ എങ്ങനെയാ കിട്ടുക, ഇത് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 1 ബൈറ്റ് ആഡ് ചെയ്ത് ഓരോ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സി ഔട്ട് ആംപർസാൻഡ് str0. സോ str0 എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൺസെപ്റ്റ് ആണ്, പ്രോഗ്രാമിലുള്ള കണ്ടന്റ്. ഈ ഒരു പ്രോഗ്രാമിലെ കണ്ടന്റ് സി ഔട്ട് ആംപർസാൻഡ് str0 ഡിസ്പ്ലേസ് ദ സ്ട്രിംഗ് പ്രോഗ്രാം. സി ഔട്ട് sp+1. ഇവിടെ sp+1 എന്ന് പറഞ്ഞത് sp എന്ന് പറഞ്ഞത് ഇവിടെ പോയിന്റർ ആണ്, സ്ട്രിങ്ങിന്റെ പോയിന്റർ ആണ് sp എന്ന് ഉദ്ദേശിച്ചത്. ഈ നോർമൽ sp നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം എന്നുള്ളത്, അതിനിവിടെ 1 ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്താൽ തൊട്ട് നെക്സ്റ്റ് ലൊക്കേഷൻ കിട്ടും. ദാറ്റ് ഈസ് പി ആണ് ഫസ്റ്റ് ക്യാരക്ടറിന് തൊട്ടപ്പുറത്ത് ഒരു ക്യാരക്ടർ, അതായത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തായിരിക്കും പോയിന്റർ ലൊക്കേറ്റ് ചെയ്യുക ഈ ഒരു r എന്ന പോർഷനിൽ. ഓക്കെ, അതിനുശേഷം അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനുശേഷമുള്ള കണ്ടന്റ് എല്ലാം പ്രിന്റ് ചെയ്യും, ROGRAM, പി ഒഴിവാക്കിയിട്ട്. ഒന്നുകൂടെ പറയാം, sp എന്നുള്ള കണ്ടന്റ് ഇവിടെ കണ്ടന്റ് തന്നെ sp. ഈ sp ആണ് ഡിസ്പ്ലേസ് ദ സ്ട്രിംഗ് പ്രോഗ്രാം, ആ പ്രോഗ്രാം അതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതില് sp എന്ന് പറഞ്ഞ കണ്ടന്റിനോട് 1 ആഡ് ചെയ്യാം. ആക്ച്വലി ഇത് ക്യാരക്ടർ അറിയാതെ കൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ ആണ് ഒരു സമയം എന്ത് ചെയ്യുക, ആ ക്യാരക്ടറിന്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. 1 ബൈറ്റ് ക്യാരക്ടർ സ്റ്റോർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 1 ബൈറ്റ് +1 എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഈ ഒരു പോർഷനിലേക്ക് പോയിന്റ് ചെയ്യും. പി എന്നുള്ള ഭാഗം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗം, അതായത് r എന്നുള്ള ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യും. അവിടുന്ന് അങ്ങോട്ട് താഴെ ലാസ്റ്റ് വരെയുള്ള കണ്ടന്റ് എല്ലാം പ്രിന്റ് ചെയ്യും. ഓക്കെ, അതാണ് പി ഇല്ലാതെ റോഗ്രാം എന്നുള്ള പ്രിന്റ് ചെയ്ത് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ഔട്ട് ആംപർസാൻഡ് str+1. ഈ str എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇവിടെയാണ്, str അതാ ഇവിടെ കൊടുത്തു, c in str, c out str. ആ str എന്ന ലൊക്കേഷൻ +1 എന്ന് പറഞ്ഞാൽ കറന്റ് ആപ്ലിക്കേഷൻ, ഈ ഒരു അഡ്രസ് സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ എന്താണുള്ളത് അതിനോട് +1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പി ഒഴിവാകും, ബാക്കി r എന്നുള്ള ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യുക. അവിടുന്ന് അങ്ങോട്ടുള്ള കണ്ടന്റ് എല്ലാം പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, പ്രോഗ്രാം നോക്കിയേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതെല്ലാം കണ്ടന്റ് വരുന്ന പ്രോഗ്രാമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ str20, അതുപോലെ char star sp,
കണ്ടോ? നോക്കി ഇവിടെ നമ്മൾ പറയാത്ത കേസ് നോക്കാം. ഇവിടെ ആംബർസാൻഡ് STRP ഇത് പ്രോഗ്രാം വരെ പറഞ്ഞിട്ട്, അതുപോലെ റോഗ്രാം അല്ലെ, റോഗ്രാം പറഞ്ഞു. ഇവിടെ നോക്കി സി ഔട്ട് STR0 എന്ന് പറഞ്ഞാൽ 0th പൊസിഷൻ ആണുള്ളത് അല്ലെ. ഈ 0th പൊസിഷൻ എന്നുള്ള ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് ഇൻഡെക്സിൽ എന്താ ഡാറ്റ ഉള്ളത്? P എന്നുള്ള ഡാറ്റ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ് ദ ക്യാരക്ടർ P. ഫസ്റ്റ് ക്യാരക്ടർ എന്താണോ അത് പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ സി ഔട്ട് സ്റ്റാർ SP എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ, സ്റ്റാർ SP ക്യാരക്ടർ ഡിസ്പ്ലേസ്ഡ് ഡിക്ലറേഷൻ ആണ്. ഇത് ഫസ്റ്റ് ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ഡാറ്റ ടൈപ്പ് നോക്കിയിട്ട് അത് അത്രയും ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് പ്ലസ് ചെയ്ത് ആഡ് ചെയ്ത് പോകും. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഇന്റിജറിന്റെ 4 ബൈറ്റ് ആഡ് ചെയ്തില്ലേ, അതേപോലെ ഇവിടെ 1 ബൈറ്റ് വെച്ച് ആഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ സ്റ്റാർ SP എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ദ ക്യാരക്ടർ P, അതിനും P ആണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. കാരണം ഈ അറേയിലോട്ടാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ലൊക്കേഷൻ എന്താണോ അതാണ് പ്രിന്റ് ചെയ്യുക. ദെൻ സി ഔട്ട് ആംബർസാൻഡ് STR. ആംബർസാൻഡ് കണ്ടാൽ മനസ്സിലാക്കുന്ന അഡ്രസ് ആണ്. അപ്പൊ എന്താ പ്രിന്റ് ചെയ്യിക്കുക? ഡിസ്പ്ലേസ് ദ ബേസ് അഡ്രസ് ഓഫ് ദ അറേ STR. ഇതിന്റെ ബേസ് അഡ്രസ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. അല്ലെ ഇത് സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ ഇവിടെ 20 എന്ന് പറയില്ല, ഇത് ഫസ്റ്റ് ലൊക്കേഷന്റെ നമ്പർ എന്താണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് P എന്നുള്ള കണ്ടന്റ് സ്റ്റോർ ചെയ്ത ആ ഒരു അഡ്രസ് എന്താണോ അത് റിട്രീവ് ചെയ്യും. ഇവിടെ നമ്മൾ കാണിച്ചില്ല, ഡയഗ്രാം കാണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഏത് പിക്ചർ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു അഡ്രസ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. അതുപോലെ ലാസ്റ്റ് വൺ സി ഔട്ട് ആംബർസാൻഡ് SP എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. ഈ പോയിന്റർ വേരിയബിൾ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? അതിന്റെ അഡ്രസ് റിട്രീവ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ് ദ അഡ്രസ് ഓഫ് ദ പോയിന്റർ SP എന്ന് പറഞ്ഞ പോയിന്റർ വേറെ എവിടെയോ ലൊക്കേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലൊക്കേഷന്റെ അഡ്രസ് എന്താണോ അത് റിട്രീവ് ചെയ്യും. ഓക്കെ, ആംബർസാൻഡ് SP. ക്ലിയർ? അറേ ഓഫ് സ്ട്രിംഗ് അതിന്റെ ബാക്കി ഭാഗമാണ്. നോക്കിയേ, ദ സ്റ്റേറ്റ്മെന്റ് char star name 7 declares an array of character pointer. ഇവിടെ പ്രത്യേകം പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിനൊക്കെ ഉള്ള ഒരു കണ്ടന്റ് ആണ്. char star name 7. അപ്പൊ ഇവിടെ ഒരു അറേ പോയിന്റർ ആണ്. ഈ പോയിന്ററിൽ 7 ലൊക്കേഷൻസ് ഉണ്ട്. അതായത് 0 to 6 ലൊക്കേഷൻ മെമ്മറി ഉണ്ട്. ദിസ് അറേ ക്യാൻ കണ്ടെയ്ൻ മാക്സിമം ഓഫ് 7 സ്ട്രിംഗ്. കറക്റ്റ് അല്ലേ? 7 എന്ന് പറഞ്ഞ സൈസ് തന്നിട്ടുണ്ട്. അപ്പൊ 7 സ്ട്രിംഗ് ആഡ് ചെയ്യാൻ പറ്റും. അത് 0 to 6 വരെ. where each string can contain any number of characters. ഓരോ സ്ട്രിംഗിൽ നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് വേണം എൻ്റർ ചെയ്യാം. കാരണം char എന്ന് പറയുന്നത് ക്യാരക്ടർ അറേ, അപ്പോൾ ഇത്ര ക്യാരക്ടേഴ്സും ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇതിനകത്ത് ഒരു അറേയില്, ഒരു അറേയുടെ ഒരു ഇൻഡെക്സിൽ തൊട്ട് നെക്സ്റ്റ് ഇൻഡെക്സിലും എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് പറ്റും. അതിന് എത്ര ഇൻഡെക്സ് വരെ പറ്റും? 0 to 6 ഇൻഡെക്സ് വരെ അലൗഡ് ആണ്. ബട്ട് വി ഷുഡ് മേക്ക് ദാറ്റ് ദ പോയിന്റർ അറേ ഈസ് ഇനീഷ്യലൈസ്ഡ്. പോയിന്റർ അറേ എത്രയും നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ എത്ര വാല്യൂസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കണ്ടേ. സോ പോയിന്റർ അറേ എന്ത് വേണം? ഇനീഷ്യലൈസേഷൻ ചെയ്യണം. അത് ഷുഡ് ആണ്, മസ്റ്റ് ആയ കേസാണ്. മേക്ക് ഷുവർ ദാറ്റ് ദ പോയിന്റർ അറേ ഈസ് ഇനീഷ്യലൈസ്ഡ്. ഇറ്റ് മേ ബി ആസ് ഫോളോസ്. ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. നോക്കി, char വീക്ക്, ഒരു മാക്സിമം നെയിമിന് വരെ വീക്ക് കൊടുത്തിട്ടുണ്ട്. അറേ വീക്ക് 7, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇവിടെ സാറ്റർഡേ മാത്രമേ 10 ലെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ, 8 ലെറ്റേഴ്സ് ഉള്ളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും ഇവിടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷെ അത് നമ്മൾ ഇനീഷ്യലൈസേഷൻ പോസിബിൾ ആക്കണം. മതി എങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര സൈസ് ഉണ്ട്, ലെങ്ത് എന്നൊക്കെ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ char star week 7 is equal to 7 days. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ. ഫസ്റ്റ് വൺ കണ്ടോ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ കംപ്ലീറ്റ് ഒരു ഇതുണ്ട്. മെമ്മറി അലോക്കേഷൻ ഓഫ് ദ സ്ട്രിംഗ്. ഈ സ്ട്രിംഗ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അലോക്കേറ്റ് ചെയ്ത നോക്കി എല്ലാ സ്ട്രിംഗിലും ലാസ്റ്റ് എന്താണ്? /0 നൾ ക്യാരക്ടർ അല്ലെ. അറേ നമ്മൾ പഠിച്ചാണല്ലോ, അറേയുടെ എല്ലാ എലിമെന്റ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ക്യാരക്ടർ ഏതാണ്? നൾ ക്യാരക്ടർ അല്ലെ. /0 എന്ന് പറയാറുണ്ട്. ഇതിന്റെ യൂസ് ചെയ്യുക അറേയുടെ എലിമെന്റ് എല്ലാം കംപ്ലീറ്റ് ആയി ഉറപ്പുവരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലിമെന്റ് ആണിത്. ക്ലിയർ? ദെൻ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. പോയിന്റർ അറേ പറഞ്ഞു, പോയിന്റർ സ്ട്രിംഗ് പറഞ്ഞു, ഇപ്പൊ പോയിന്റർ സ്ട്രക്ചർ. പോയിന്റർ സ്ട്രക്ചറും തമ്മിൽ എന്താ വ്യത്യാസം നോക്കാം. സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാണ് അല്ലെ. ഇനി പോയിന്റർ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? സ്ട്രക്ചർ ടൈപ്പ് പോയിന്റർ എങ്ങനെയാണ് വരിക? പോയിന്റർ ടൈപ്പ് സ്ട്രക്ചർ എങ്ങനെയാ വരിക? ഇത് രണ്ടും നോക്കാം. സ്ട്രക്ട് എംപ്ലോയി, ഇൻഡ് ഈ കോഡ്, അത് എംപ്ലോയി കോഡ്, ക്യാരക്ടർ ഈ നെയിം, അത് എംപ്ലോയി നെയിം 15 ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, അറേയാണ്. ദെൻ ഫ്ലോട്ട് സാലറി, സെമിക്കോളൻ. ഇത് നോർമൽ ഒരു സ്ട്രക്ചർ, എംപ്ലോയി എന്ന സ്ട്രക്ചറിന്റെ ഒരു ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആണ്. ഇനി
Now observe the following declaration statement. Employee star EPTR, employee PTR. നമ്മളൊരു പോയിന്റർ ടൈപ്പ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ഈ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം സാധാരണ നമ്മൾ എന്താ കൊടുക്കല്, എംപ്ലോയി, അതായത് ഈ ഒരു സ്ട്രക്ചർ നെയിം കൊടുത്തതിന് ശേഷം അവിടെ ഒബ്ജക്റ്റ് കൊടുക്കും, ആക്സസ് ചെയ്യാനുള്ള ആ ഒരു നെയിം വേരിയബിൾ നെയിം കൊടുക്കാറുണ്ട്. അതിന് പകരം ഇവിടെ എന്താണ് പോയിന്റർ ടൈപ്പ് വേരിയബിൾ ആണ് നമ്മൾ കൊടുത്തത്, എംപ്ലോയി സ്റ്റാർ EPTR. It is clear that EPTR is a pointer that can hold the address of employee data type. Clear അല്ലേ? EPTR എന്ന് പറഞ്ഞൊരു പോയിന്റർ ആണ്, അതിനെന്ത് ചെയ്യും, അഡ്രസ് ഓഫ് ദ എംപ്ലോയി ഡാറ്റ ടൈപ്പ്. ഏതൊരു പോയിന്ററും ഫസ്റ്റ് ലൊക്കേഷൻ എങ്ങോട്ടാണ് അവിടെയാണ് പോയിന്റ് ചെയ്യുക. സ്ട്രക്ചർ ആയാലും അറേ ആയാലും ഇനി ക്യാരക്ടർ അറേ ആണെങ്കിലും സ്ട്രിംഗ് ആണെങ്കിലും ഏത് കണ്ടന്റ് ആണെങ്കിലും പോയിന്റർ ടൈപ്പ് വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിൾ എങ്ങോട്ടാ പോയിന്റ് ചെയ്യുക, അതിന്റെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക്. അറിയാകുമ്പോൾ അറേ ഇൻഡെക്സ് 0ക്ക് പോസ് ചെയ്യും. അതുപോലെ ക്യാരക്ടർ അറിയാണെങ്കിൽ അത് ഫസ്റ്റ് ക്യാരക്ടർ ഏതാണോ ആ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യും. ഇൻഡിജർ ആണെങ്കിലും എല്ലാവരും ഫസ്റ്റ് ലൊക്കേഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാ പോയിന്റ് ചെയ്യുക. അതായത് അഡ്രസ് ഓഫ് ദ എംപ്ലോയി ഓഫ് ദ ടൈപ്പ് ഡാറ്റ. ഓക്കെ, the statement EPTR is equal to new employee. ഇനി ന്യൂ ഉപയോഗിക്കുക, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ന്യൂ ഉപയോഗിക്കുക അല്ലെ. പോയിന്റർ ടൈപ്പ് വേരിയബിൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ വേണം, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പോസിബിൾ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് EPTR is equal to new employee എന്നാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. It allocates 23 bytes of memory and its address is stored in the pointer PTR. പോയിന്റർ PTR എന്ന അഡ്രസ് ഫസ്റ്റ് അഡ്രസ് സ്റ്റോർ ചെയ്യും. ഇത് എത്ര ബൈറ്റ് ഉണ്ടാവും, 23 ബൈറ്റ്. ഇത് എങ്ങനെ കിട്ടി, ഇത് കണ്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ 4 ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിന് 4 ആയി. 15 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 15 + 4 എന്തായി, 19 ആയി. അതുപോലെ ഫ്ലോട്ട് സാലറി, ഫ്ലോട്ട് എത്ര പോയിന്റ് വരിക, 4 ബൈറ്റ് ആണ് ഫ്ലോട്ട് വരിക. അതുകൊണ്ട് 4 + 4 8, 8 + 15 എത്ര കിട്ടും, 23 ബൈറ്റ് ആണ് ഈ ഒരു സ്ട്രക്ചറിലെ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കിട്ടുക. അപ്പൊ അതിന്റെ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എവിടെയാണ്, അഡ്രസ് എവിടെയാണോ അതാണ് എങ്ങോട്ട് പോയിന്റ് ചെയ്യുക, ഈ PTR എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടന്റിൽ ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് കിട്ടുക. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +23. രണ്ടാമത്തെ ഒരു എംപ്ലോയി ഡാറ്റ ആഡ് ചെയ്താലോ വീണ്ടും +23. ഓക്കെ, തേർഡ് വൺ ഉണ്ടെങ്കിലോ വീണ്ടും +23. ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. ഓക്കെ അല്ലേ, ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. ആണോ, ഇതൊരു നമ്മൾ നോർമൽ അറേ, നമ്മൾ നോർമൽ സ്ട്രക്ചർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ സ്ട്രക്ചറിൽ ഈ കോഡ്, എംപ്ലോയി കോഡ് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു അല്ലെ, 4 ബൈറ്റ്. അതുപോലെ ഈ നെയിം എത്രയാണ്, 10 ആയിരുന്നു അല്ലെ, അത് 15 ആയിരുന്നു. അപ്പൊ 15 പ്ലേസസ് ഉണ്ട് ഇത്. അതിനുശേഷം സാലറി, ഇതിനും 4 പ്ലേസസ്, ഫ്ലോട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഡാറ്റയും ഇതേ ഡാറ്റയും 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. 8 + 15 23 ബൈറ്റ് ആണ് ഇത് മൊത്തമായിട്ടുള്ളത്. മാത്രമല്ല ഇത് കണ്ടന്റ് അവിടെ സ്റ്റോർ ചെയ്യുന്നത് ഈ PTR എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിൾ ഒരു ലൊക്കേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേഷന്റെ ഉള്ളിലെ വാല്യൂ എന്താ, ഈ കോഡ് എന്ന് പറഞ്ഞ എംപ്ലോയി കോഡ് എന്ന് പറഞ്ഞ ഇതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ മെമ്മറി അഡ്രസ്സിന്റെ വാല്യൂ എവിടെ ഉണ്ടാവുക, ഈ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇത് ആക്സസ് ചെയ്താൽ ഇത് കിട്ടും, ഫസ്റ്റ് വാല്യൂ കംപ്ലീറ്റ് കിട്ടും. വീണ്ടും ഇതിനു കൂടി 2 + 23 ആഡ് ചെയ്താലോ രണ്ടാമത്തെ ഉള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. വീണ്ടും +23 ആഡ് ചെയ്താലോ തേർഡ് വൺ. ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. We learned that the structure is accessed in terms of its element with the following format. ഒരു പോയിന്റ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എലമെന്റ് ഡാറ്റ ആക്സസ് ചെയ്യുക. നോർമലി ഒരു സ്ട്രക്ചറിനകത്ത് തന്നെ പോയിന്റ് ഡോട്ട് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക. അപ്പൊ ഇവിടെ അത് തന്നെ പോയിന്റർ നെയിം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ രൂപത്തിൽ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യും. ഇത് പോയിന്റർ കേസ് അല്ല, പോയിന്റർ ഇല്ലാത്ത കേസ് ആണ് പറഞ്ഞത്. പോയിന്റർ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക, we do not have structure variable to access the element code name salary as we are use the pointer PTR. നോർമൽ നമ്മൾ ഇത് ചെയ്ത പോലെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. പോയിന്റർ ഉപയോഗിക്കുമ്പോൾ എന്ത് വേണം, ഈ ആരോ ഉപയോഗിക്കണം. അത് സ്ട്രക്ചർ പോയിന്റർ ആരോ എലമെന്റ് നെയിം. ഇപ്പൊ എലമെന്റ് നെയിം ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്തിരുന്നതിന് മുമ്പ്, പക്ഷെ ഇവിടെ പോയിന്റർ ഉപയോഗിക്കുമ്പോൾ ഈ ആരോ കൊടുക്കണം. ആരോ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഫൺ ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇത് രണ്ടും ഒരുമിച്ച് കൊടുത്ത ഒരു ആരോ വരും. ഈ രൂപത്തിൽ കൊടുത്തിട്ട് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. സ്ട്രക്ചർ പോയിന്റർ ആൻഡ് ആൻ എലമെന്റ് ഈസ് കണക്റ്റഡ് യൂസിങ് ദ ആരോ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ഹൈഫൺ ഫോളോഡ് ബൈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ആ സിമ്പിൾ ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനല്ലേ. നോക്കിയ താഴെ കൊടുത്തുള്ള ഒരു കോഡ് നോക്കി, EPTR ആരോ പോയിന്റ് ടു EPTR പോയിന്റ് ടു ഈ കോഡ് which is equal to 657346.
ഇതാണ് അവിടെ എംപ്ലോയിന്റെ കോഡ്, എംപ്ലോയി കോഡ്. ഈ എംപ്ലോയി കോഡ് എന്നുള്ള ഒരു കണ്ടന്റ്, അതായത് 657346 ഈ ഒരു നമ്പർ എവിടെ അസൈൻ ചെയ്തു? ഈ കോഡ് എന്ന് പറഞ്ഞ വേരിയബിൾക്ക് അസൈൻ ചെയ്തു. അസൈൻ ഇവിടെ വേണ്ട, അസൈൻ ആൻഡ് എംപ്ലോയി കോഡ്, ഒരു എംപ്ലോയി കോഡ് കൊടുക്കുക, അസൈൻ കൊടുത്തു. നെക്സ്റ്റ് നോക്കിയേ, ഗെറ്റ്സ് ഒരു ഫംഗ്ഷൻ ഗെറ്റ്, ഡാറ്റ സ്ട്രിങ് റീഡ് ചെയ്യാനാണ് ഗെറ്റസ് EPTR thanks to employee, that is input the name of the employee. ഇവിടെ ഗെറ്റസ് എന്നാ റീഡ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താ റീഡ് ചെയ്യേണ്ടത്? എംപ്ലോയി നെയിം റീഡ് ചെയ്യണം. അത് എവിടെ സ്റ്റോർ ചെയ്യും? EPTR എന്നുള്ള പോയിന്റർ ഇങ്ങോട്ടാ, എംപ്ലോയി. അപ്പൊ എംപ്ലോയി നെയിം ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്ത് കിട്ടും EPTR. വേറെ നോക്കിയേ, സീൻ ക്യാരക്ടർ ഇൻപുട്ട് EPTR thanks to salary, that is input the salary of an employee. ഒരു എംപ്ലോയിയുടെ സാലറി ഇൻപുട്ട് ചെയ്യുക, എങ്ങനെ സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് ചെയ്യുക, ഡാറ്റ ഇൻപുട്ട് അല്ലേ, സി ഇൻപുട്ട് ചെയ്യുക. ഈ ലാസ്റ്റ് വൺ ഔട്ട്പുട്ട് സി ഔട്ട് EPTR സാലറി. സി ഔട്ട് കണ്ടാൽ ഡാറ്റ പ്രിന്റ് ചെയ്യുന്ന, സാലറി പ്രിന്റ് ചെയ്യുന്ന. ഇവിടുന്ന് EPTR എന്നുള്ള വേരിയബിൾ എല്ലാ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു പോയിന്റർ ഉപയോഗിച്ചിട്ട് എംപ്ലോയി പോയിന്റർ എന്നുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ട് സാലറി എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിലെ ഡാറ്റ റിട്രീവ് ചെയ്യണം. ഇൻറ്റു 0.12, അതായത് 12% അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേസ് 12% ഓഫ് സാലറി. സാലറിയുടെ 12% റിട്രീവ് ചെയ്യും. അതായത് സാലറി ഇൻറ്റു 0.12 ആ കണ്ടന്റ് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് വരും. അപ്പോൾ അതിലെന്തായിരിക്കും? 12% മാത്രമേ ഉണ്ടാവുള്ളൂ, സാലറി 12%. അത് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാ? സി ഔട്ട് EPTR ഫോളോ സാലറി ഇൻറ്റു 0.12. ഓക്കെ, ഇതാണ് അവിടെ കണ്ടന്റ്. നമ്മൾ നേരത്തെ ഡയഗ്രാം വരച്ച കണ്ടന്റ് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ വർക്ക് ചെയ്യണം. സോ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മാർക്സ് സ്ട്രക്ചറിനും 3 മാർക്സ് പോയിന്റേഴ്സിനും. ഈ 2 പോർഷനിലാണ് ചോദിക്കുക. സ്ട്രക്ചർ ഡെഫിനിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡിഫൈൻ എ സ്ട്രക്ചർ, സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ള കണ്ടന്റ്. എലമെന്റ് ആക്സസിങ് ഇൻ എ സ്ട്രക്ചർ, സ്ട്രക്ചറിലെ എലമെന്റ് എങ്ങനെ ആക്സസ് ചെയ്യുക? ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം അല്ലെ. അതുപോലെ ഒരു സ്ട്രക്ചറിനകത്ത് വേറെ സ്ട്രക്ചർ വരുമ്പോൾ എന്ത് പറയും? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച അറേയും ഈ വർഷം പഠിക്കുന്ന ഈ ഒരു സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാമ്യതകൾ, ഇത് ഏതൊക്കെയാണ് അതിന്റെ ഡിഫറൻസ്? അറേസും അതുപോലെ സ്ട്രക്ചറും, ഇവ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അത് ചോദിക്കാറുണ്ട്. ദെൻ ഓപ്പറേറ്റർ, ഈ പോയിന്റർ ഉപയോഗിക്കുന്ന കേസിലാണ് ഓപ്പറേറ്റർ വരുന്നത്. ഏതൊക്കെ ഓപ്പറേറ്റർ? അഡ്രസ് ഓഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ, റെഫറൻസ് കീപ്പ് ചെയ്യാൻ. അതുപോലെ സ്റ്റാർ എന്നതിന്റെ വാല്യൂ, റെഫറൻസിന്റെ ഇൻഡയറക്റ്റിലെ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്റ്റാർ. ഇത് രണ്ടിന്റെ യൂസേജ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഡിക്ലെയറിംഗ് എ പോയിന്റർ, പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് പോയിന്റർ ഡിക്ലെയർ ചെയ്യും ഡൈനാമിക് ആയിട്ട് അല്ലെ. അതാണ് കണ്ടത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. പോയിന്റർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷനും ഡൈനാമിക് അലോക്കേഷനും ഉണ്ട്. അത് തമ്മിൽ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇത് പോയിന്റർ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ, മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ന്യൂ. അതേപോലെ ആ ഓപ്പറേറ്ററിനെ ഡിലീറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് ഡിലീറ്റ് എന്ന ഓപ്പറേറ്റർ അല്ലെ. മെമ്മറി ഫ്രീ ആക്കാനുള്ള ഡിലീറ്ററിനെ കീവേഡ് ഉപയോഗിക്കുന്നത്. ഡൈനാമിക് അറേ, എങ്ങനെയാണ് ഡൈനാമിക് അറേ യൂസ് ചെയ്യുക? മെമ്മറി സ്റ്റാറ്റിക് അറേ നമുക്ക് അറിയാൻ കൊടുക്കാം, പക്ഷെ ഡൈനാമിക് അറേ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കണ്ടന്റ് പോയിന്റർ ബേസിൽ. അതുപോലെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറിനെ അതിന്റെ അണ്ടറിൽ തന്നെ യൂസ് ചെയ്യുന്ന സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 6 മാർക്സ് ഉള്ളത്. ക്ലിയർ? ഓക്കെ.